ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലെ നല്ല കളർഫുള്ളായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം സൈസ് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ പൾസിൽ പെട്ടെന്നൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുക്കാം. അങ്ങനെ 2 ബീട്രൂട്ട് മീഡിയം സൈസുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിടി തേങ്ങ ചിരകിയതെടുക്കാം. ഒരുപാട് തേങ്ങ ഇതിനകത്ത് ആവശ്യമില്ല. പിന്നെ നമുക്കൊരു 3 പച്ചമുളക് കീറിയതെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിയാം. അതുപോലെ 3 വറ്റൽ മുളക് നമുക്കിതിലേക്ക് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. ഒരു 1/4 കപ്പ് തൈര് നമുക്ക് എടുക്കാം. അതായത് ഒരു മീഡിയം പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് നമുക്കൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ആവശ്യമാണ്. അതുപോലെ ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനളവിൽ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഇതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് തീ അല്പം കൂട്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ട് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചെറിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയതും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പിന്നെ ഒരു നുള്ള് കടുകും, പിന്നെ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും, കുറച്ച് വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഓൾറെഡി നമ്മുടെ ബീട്രൂട്ടിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കണം. അങ്ങനെ നന്നായിട്ട് വെന്ത് വന്ന ഈ ബീട്രൂട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പും കൂടി ഒന്ന് വേവാനായിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അരപ്പും കൂടി ചെറുതായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയ കട്ടയൊക്കെ ഉടച്ചിട്ടുള്ള മീഡിയം പുളിയുള്ള തൈര് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ
നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലിട്ട് കൂട്ടിച്ചെടുക്കാം. ഈ കടുക് താളിച്ച് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ രുചികരം അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല ടേസ്റ്റുള്ളതായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കാൻ മിക്കവാറും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എങ്കിൽ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.